നമസ്കാരം. കുറേ ദിവസമായി രാഹുൽ ഗാന്ധി എന്ന പപ്പുമോൻ പാർലമെൻറ്റിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് നിലവിളിക്കുകയാണ്, അമിത്ഷായെ കണ്ടോ അമിത്ഷായെ കണ്ടോ എന്ന്. ഈ അമിത്ഷാ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കാണാതെ പോയ കളിപ്പാട്ടമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ്. അദ്ദേഹത്തിന് രാജ്യത്തെ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. രാഹുൽ ഗാന്ധിയെപ്പോലെ സ്ഥിരതയില്ലാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത ഒരു അമുൽ ബേബിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട, അല്ലെങ്കിൽ അതിനു മുന്നിൽ വന്ന് തലകുനിച്ച് നിന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യനില്ല. അദ്ദേഹം കാശ് കൊടുത്ത് വാങ്ങിയതല്ല ആഭ്യന്തരമന്ത്രി സ്ഥാനം, അദ്ദേഹത്തിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ആ രാജ്യത്തോടും തിരഞ്ഞെടുത്ത ജനങ്ങളോടും ആ മനുഷ്യന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ തിരിച്ചറിയാനുള്ള വിവേകം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അമിത്ഷാ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. നിർണായക കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുമ്പോൾ ഇറ്റലിയിലും മറ്റും പോയി ഒളിച്ചിരിക്കുകയുമല്ല മനുഷ്യൻ. ഇന്ത്യയുടെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോഴെല്ലാം രാഷ്ട്രീയവാദ പ്രതിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പലവട്ടം നാം അതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ചൂടിൽ വസ്തുതകൾ പലതും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പിന്നിലേക്ക് പോകുന്ന ചരിത്രവും കാണാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ചുറ്റിപ്പറ്റി അത്തരമൊരു ചർച്ചയാണ് ഉയർന്നത്. അദ്ദേഹം എവിടെയാണ്, എന്തുകൊണ്ട് സഭയിൽ വരുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ രാഷ്ട്രീയ വേദികളിലും സാമൂഹിക മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചു, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു. എന്നാൽ അമിത്ഷാ വിദേശത്തേക്ക് പോയിട്ടില്ല, അദ്ദേഹം അവധിയിലുമല്ല. പിന്നെ അദ്ദേഹം എവിടെയാണ്? പൊതുജനങ്ങൾക്ക് ലഭ്യമായ കൃത്യമായ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ തന്നെ അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമാണ്. പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ ആഭ്യന്തര സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമിത്ഷാ എന്താണ് ചെയ്യുന്നതിനുള്ള ഉത്തരം ഇതുതന്നെയാണ്. രാജ്യത്തിൻ്റെ സുപ്രധാനമായ പല ചർച്ചകളിലും പല തീരുമാനങ്ങളിലുമാണ് അമിത്ഷാ. അതിനാൽ അദ്ദേഹം ഒളിച്ചോടി എന്ന രാഷ്ട്രീയ ആരോപണത്തിന് ഒരുതരം ഉളുപ്പില്ലാത്ത വാക്കുകളാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവാദിത്വം പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് പപ്പുമാൻ കുറഞ്ഞപക്ഷം ചിന്തിക്കണം. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ, അതിർത്തി സുരക്ഷ, വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസമാധാന സാഹചര്യം, രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, ദുരന്ത നിവാരണ ഏകോപനം, കേന്ദ്ര സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഒരു ആഭ്യന്തരമന്ത്രി ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സമ്മേളന കാലത്തെ പോലും ആഭ്യന്തരമന്ത്രിയുടെ സമയം വിവിധ ഭരണപരമായ ചുമതലകൾക്കായി വിനിയോഗിക്കപ്പെടുന്നത് അസാധാരണമായ കാര്യമൊന്നുമല്ല. ഒരിക്കൽ പോലും ഭരണത്തിന്റെ തലപ്പത്തെത്താത്ത രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാകണമെന്നുമില്ല. ഇപ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ നിൽക്കുന്ന വിഷയങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം നിർണായക നിയമനിർമ്മാണങ്ങളും രാഷ്ട്രീയ ചർച്ചകളും കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സമയമാണിത്. വിദേശ സഹായ നിയന്ത്രണ നിയമമായ FCRA സംബന്ധിച്ച നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികൾ ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഏകോപനവും രാഷ്ട്രീയ കൂടിയാലോചനകളും ഇതിനോടനുബന്ധിച്ച് തുടരുകയുമാണ്. അതോടൊപ്പം ലോക്സഭാ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച രാഷ്ട്രീയ സംവാദവും ദേശീയ തലത്തിൽ വലിയ വിഷയമായി ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭരണപരമായ ഇടപെടലുകൾ സ്വാഭാവികമാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്ന കാര്യവും വിസ്മരിക്കുന്നില്ല, അത് വേണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു മന്ത്രിസഭയിൽ എത്താത്ത ഓരോ നിമിഷവും അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്ന നിഗമനത്തിലെത്തുന്നത് വസ്തുതാപരമായ വിലയിരുത്തലല്ല. രാഹുൽ ഗാന്ധി വരച്ച വരയിൽ അമിത്ഷാ നിൽക്കണമെന്ന് പറയുന്നത് ഒരുതരം ഉളുപ്പില്ലായ്മയാണ്. അമിത്ഷാ എന്ത് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല. അതിന് രാജ്യത്തിൻ്റെതായ നിയമനിർവഹണ സംവിധാനങ്ങളുണ്ട്, രാജ്യത്തിൻ്റെതായ ഭരണ സംവിധാനങ്ങളുണ്ട്. ഒരു ആഭ്യന്തരമന്ത്രി ഓരോ സമയത്തും ചെയ്യേണ്ട വിവിധ കാര്യങ്ങളുണ്ട്. അത് ചെയ്യാത്ത പക്ഷം ഒരുപക്ഷെ ആ ഒരൊറ്റ അശ്രദ്ധയുടെ നിമിഷം മതി തീവ്രവാദികൾ കയറി ഇന്ത്യയെ ഇല്ലാതാക്കാൻ പോലും. അത്രയേറെ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു ആഭ്യന്തര മന്ത്രിയെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം സാറ്റ് കളിക്കാൻ വേണ്ടിയും മാപ്പ് പറയിക്കാൻ വേണ്ടിയും പാർലമെന്റിൽ വിളിച്ച് കോൺഗ്രസുകാർക്ക്, കൊങ്ങികൾക്ക് മുന്നിൽ മാപ്പ് പറയിച്ച് മുട്ടുകുത്തി നിർത്തിക്കാമെന്ന് ചിന്തിക്കുന്നത്. ആ ധാരണ തന്നെ
തെറ്റാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതേസമയം പാർലമെന്റിന്റെ പ്രവർത്തനം തുടർച്ചയായി തടസ്സപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ സഭ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിയാൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ മറുപടി നൽകുമെന്നും ആഭ്യന്തരമന്ത്രി സഭയിൽ നേരിട്ട് വന്നു തന്നെ സംസാരിക്കുമെന്നും BJP പലവട്ടം വ്യക്തമാക്കിയതാണ്. എന്നാൽ അങ്ങനെയൊന്നും പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതല്ല കൊങ്ങികൾക്ക് ആവശ്യം. അവർക്ക് ഈ ഒരു പ്രശ്നത്തിനെ വലിയ ആഭ്യന്തര പ്രശ്നമാക്കി അത് BJPയുടെ ഭരണ പരാജയമാണെന്ന് വരുത്തി തീർത്ത് അതുവഴി ഇനി എപ്പോഴെങ്കിലും അധികാരത്തിലേക്ക് വരാൻ കഴിയുമോ എന്ന തരത്തിൽ ഒരു ചൂണ്ടയിട്ട് വെക്കുകയാണ് ലക്ഷ്യം. CJP സമരം കോൺഗ്രസിന്റെ ഒരു വലിയ വിജയമാക്കി അവതരിപ്പിച്ച് അതിനു പിന്നാലെ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയുടെ ഭരണം മുഴുവൻ അവതാളത്തിലാണെന്ന് വരുത്തി തീർത്ത് ഇന്ത്യയിലൊരു ഭരണവിരുദ്ധ വികാരം കൊണ്ടുവന്ന് കുറച്ച് ജൻസി പിള്ളേരെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെയോ ചെയ്യാമെന്ന മനക്കോട്ട കെട്ടുന്നത് തന്നെ വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ഈ ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മുദ്രാവാക്യങ്ങളൊന്നുമല്ല. അവർക്ക് വേണ്ടത് വസ്തുതകളാണ്. ആഭ്യന്തരമന്ത്രി എവിടെയാണെന്ന ചോദ്യത്തിന് ലഭ്യമായ വിവരങ്ങളെല്ലാം വ്യക്തമാണ്. അദ്ദേഹം ഡൽഹിയിലുണ്ട്. പാർലമെന്റ് സമുച്ചയത്തിലും ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചുമതലകളിലുമാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി സ്വയം ഈ സമയത്ത് വിലയിരുത്തേണ്ടതുണ്ട്. ഏതൊക്കെ നിർണായക യോഗങ്ങളിൽ, ഏതൊക്കെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്നും പങ്കെടുത്തിട്ടും നാവുണ്ടോ എന്ന് പോലും അറിയാത്ത പോലെ ഇരുന്നു എന്നും സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് MP ആയിരുന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് വയനാടുണ്ടായ പ്രശ്നങ്ങളും അതിനുശേഷം പ്രിയങ്ക ഗാന്ധി വയനാട് MP ആയിരിക്കുമ്പോൾ അവിടെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും, ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളും, ഒരിക്കൽ പോലും ഈ പ്രശ്നം നടക്കുമ്പോൾ പെട്ടെന്ന് തങ്ങളുടെ മണ്ഡലത്തിലേക്ക് ഓടിയെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ള കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാകും ഒരു ജില്ലയുടെ കാര്യം പോലും നോക്കാൻ കഴിയാത്ത നിങ്ങളെക്കാൾ എത്രയോ ഭേദമാണ് ഒരു രാജ്യത്ത് തീവ്രവാദ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് രാജ്യത്തെ സമാധാനപരമായി കൊണ്ടുപോകുന്ന ആഭ്യന്തരമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെന്ന്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിർണായക പാർലമെന്റ് സമ്മേളനങ്ങളിലും പ്രധാന ചർച്ചകൾ നടക്കുന്ന ദിവസങ്ങളിലും അദ്ദേഹം സഭയിൽ ഹാജരാകാതിരുന്നതിനെതിരെ BJPയും ഭരണപക്ഷവും പലതവണ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ബജറ്റ് സമ്മേളനങ്ങൾ, മൺസൂൺ സമ്മേളനങ്ങൾ, പ്രധാന നിയമ ഭേദഗതികൾ, ദേശീയ സുരക്ഷ, സാമ്പത്തിക നയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായ ചില ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം ദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്തയായിരുന്നു. വഖഫ് ബില്ല് പാസാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു അക്ഷരം പോലും മിണ്ടാനില്ലാതെ സഭയിൽ കണ്ണടച്ചിരുന്നതും ഉറങ്ങിയതും കണ്ടവരാണ് ഭാരതത്തിലെ ജനങ്ങൾ. വിദേശയാത്രകളോ മറ്റ് രാഷ്ട്രീയ പരിപാടികളോ കാരണം അദ്ദേഹം സഭയിൽ എത്തിയില്ല എന്നുള്ള റിപ്പോർട്ടുകളും പലവട്ടം പുറത്തു വന്നിട്ടുണ്ട്. ഭരണപക്ഷം അത് ഉത്തരവാദിത്വക്കുറവിന്റെ ഉദാഹരണമായി അവതരിപ്പിച്ചപ്പോഴൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തഴഞ്ഞുകളയാൻ രാഹുലിന് നല്ല ചുണയായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ചുമതലകൾ കൃത്യമായി ചെയ്യുമ്പോൾ പാർലമെന്റിൽ വന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പു പറഞ്ഞില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അമിത്ഷായെ കാണാനില്ല എന്ന് പോസ്റ്റർ അടിച്ച് നാടൊട്ടുക്കെ പറഞ്ഞു നടക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം പല അവസരങ്ങളിലും അദ്ദേഹം പാർലമെന്റിന് പുറത്തും ജനകീയ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയായിരുന്നുവെന്നും ഒരു ദിവസത്തെ അസാന്നിധ്യം മാത്രം അടിസ്ഥാനമാക്കി രാഹുലിന്റെ പ്രവർത്തനം വിലയിരുത്താനാകില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പലപ്പോഴും മറുപടി നൽകിയത്. ഈ സംഭവങ്ങൾ ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാർലമെന്റിലെ സാന്നിധ്യമാണോ ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന്റെ ഏക അളവുകോൽ, അതോ സഭയ്ക്കകത്തും പുറത്തുമുള്ള ഇടപെടലുകൾ ഒരുപോലെ പരിഗണിക്കണമോ എന്നതാണ് ആ ചോദ്യം. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പ്രധാന ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സഭയിൽ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഭരണപക്ഷവും നിരവധി രാഷ്ട്രീയ നിരീക്ഷകരും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അത് സംവാദമാണ്. ആ സംവാദത്തിന്റെ ഏറ്റവും ഉയർന്ന വേദിയാണ് പാർലമെന്റ്. രാജ്യത്തിന്റെ നിയമങ്ങളും നയങ്ങളും ജനങ്ങളും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും രൂപം കൊള്ളേണ്ട സ്ഥലം നിരന്തരം പ്രതിഷേധങ്ങളാൽ സ്തംഭിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു സർക്കാരിനല്ല, രാജ്യത്തിനാണ്. മൺസൂൺ സമ്മേളനത്തിലും അതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ഭരണപക്ഷം ഉന്നയിച്ച ചോദ്യം മറ്റൊന്നായിരുന്നു. സഭ തന്നെ നടക്കാൻ അനുവദിക്കാതെ മന്ത്രിമാർ എങ്ങനെ വിശദീകരണം നൽകും? ആദ്യം സഭയുടെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്നും അതിനുശേഷം ആവശ്യമായ മറുപടികൾ നൽകുമെന്നും BJP ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ പങ്ക് സർക്കാരിനെ ചോദ്യം ചെയ്യുക തന്നെയാണ്. എന്നാൽ പാർലമെന്റ് പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന രീതി, അതും സ്ഥിരമായി, എല്ലാ സാഹചര്യങ്ങളിലും ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. കാരണം ഒരു ജനപ്രതിനിധിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സേവിക്കലാണ്, ഇല്ലാതെ രാഷ്ട്രീയം കളിക്കലല്ല. രാഷ്ട്രീയം ഒരു തൊഴിലാക്കി സ്വീകരിക്കുക അല്ല ചെയ്യേണ്ടത്.
പൊതുജനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയുന്നു, രാജ്യത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുന്നു, അത്തരം സംഭാവനകളിൽ എന്തെങ്കിലും തടസ്സം തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന കാര്യം സ്വയം വിലയിരുത്തുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ആദ്യത്തെ കർമ്മം. അത് പാലിക്കാതെയാണ് സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഭരണം പോലും സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കൊങ്ങികൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഓർക്കണം. ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും കമ്മിറ്റികൾക്കും വേണ്ടിയുള്ള സമയമാണ് ഇങ്ങനെ പ്രതിഷേധങ്ങളിൽ നഷ്ടമാകുന്നത്. അതിന്റെ പ്രത്യാഘാതം നിയമനിർമ്മാണത്തിലും ഭരണനിർവഹണത്തിലും പ്രതിഫലിക്കും. BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം സർക്കാരിനെ വിമർശിക്കണമെങ്കിൽ സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യുക എന്നതാണ്. സഭയുടെ നടപടികൾ തടസ്സപ്പെടുത്തുകയും അതേസമയം സർക്കാർ മറുപടി പറയുന്നില്ലെന്ന് ആരോപിക്കുകയും ചെയ്യുന്നത് യുക്തിസഹമായ സമീപനമല്ല എന്നതാണ് അവരുടെ നിലപാട്. അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കുമെന്നും എന്നാൽ സഭ സാധാരണ നിലയിലേക്ക് മടങ്ങേണ്ടത് അനിവാര്യമാണെന്നും ഭരണപക്ഷം ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ വിശദീകരണം നൽകണം, പ്രതിപക്ഷം ശക്തമായ ചോദ്യങ്ങളും ചോദിക്കണം. എന്നാൽ ആ രണ്ടും നടക്കേണ്ട വേദി അത് പാർലമെന്റാണ്. സഭ തന്നെ പ്രവർത്തിക്കാതെ പോയാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് ദുർബലമാകുന്നത്. അതിനാൽ ഈ വിവാദത്തെ രാഷ്ട്രീയ നേട്ടത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണാതെ പാർലമെന്റിന്റെ പ്രവർത്തനക്ഷമതയുടെ കണ്ണിലൂടെ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് പ്രതിഷേധിക്കാൻ മാത്രമല്ല, നിയമങ്ങൾ രൂപപ്പെടുത്താനും നയങ്ങൾ ചർച്ച ചെയ്യാനും രാജ്യത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന തീരുമാനങ്ങളിൽ പങ്കാളികളാകാനുമാണ്. പാർലമെന്റിന്റെ അന്തസ്സും പ്രവർത്തനക്ഷമതയും സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യവും ശക്തമാകുന്നത്. ആ അന്തസ്സ് ഭരണപക്ഷം പുലർത്തുമ്പോൾ പ്രതിപക്ഷവും പുലർത്തേണ്ടതുണ്ട്.